Hi, good morning. In the weekend at all. So it's a Saturday and it's a very bright sunny day and I'm loving it. So നാട്ടിലൊക്കെ ഫുൾ മഴയാണല്ലോ. ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ എത്തിയത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഭയങ്കര ഒരു സാഡ് ഫീലും അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. പിന്നെ ഈ ഫുഡൊക്കെ തന്നെ ഉണ്ടാക്കുക, ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യമേ ഞാൻ മറന്നുപോയി. കാരണം 3 ആഴ്ച നാട്ടിൽ നിന്നിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു കുറച്ച് ആ റുട്ടീനിലേക്ക് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഡെയിലി വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ഏറ്റവും ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് കിച്ചണിൽ കയറുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടി. എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം, ഇറ്റ് ഡസൻ കം വെരി ഈസിലി ടു മീ. ഈ നാട്ടിൽ പോയി വന്നതിൻ്റെ ഹാങ് ഓവർ ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച അങ്ങനത്തെ ഒരു മെൻ്റൽ സ്റ്റേറ്റിലായിരുന്നു. അപ്പോൾ എല്ലാം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കേണ്ട ഫുഡും അങ്ങനെയൊക്കെ ഞാൻ റെഡിയാക്കുമായിരുന്നു. കണ്ടു ഗൈസ്, എൻ്റെ സ്കിൻ ഐ ഹവ് ബിൻ ബ്രേക്കിംഗ് ഔട്ട് സോ ബാഡ് റീസെൻ്റ്ലി, ലൈക്ക് ഫ്രം ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ്. എൻ്റെ മുഖത്ത് ഇനി ഒരു സ്ഥലമില്ല കുരു വരാൻ വേണ്ടിയിട്ട്. അമ്മാതിരി ഫുൾ കുരുവാണ്. ഇത് കുരു അല്ല കേട്ടോ, ഇത് ഫുൾ കുരു വന്ന് പോയതിൻ്റെ പാടുകളാണ്. അപ്പോൾ എൻ്റെ ഫേസ് വന്നിട്ട് ഭയങ്കര സെൻസിറ്റീവും ഭയങ്കര ആക്നി പ്രോണായിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ എന്ത് വന്നാലും ഇങ്ങനെ ഇറ്റ് ലീവ്സ് എ സ്കാർ ഓൺ മൈ സ്കിൻ. അപ്പോൾ ഇത് ഫുൾ സ്കാറാണ്. ഇതിനി എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഫുൾ ഷുഗറും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഷുഗറും കൂടെ കഴിച്ചിട്ട് ഇനി വേറെ അടുത്ത് പിമ്പിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഇനി നെറ്റ് മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് ഫ്രീ സ്പോട്ടായി കിടക്കുന്നത്. ഇനി അവിടെ കൂടെ വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഷുഗറും കട്ട് ചെയ്തു, മിൽക്കും അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഒരാഴ്ചയായി ഞാൻ ഷുഗറും കഴിച്ചിട്ടില്ല, മിൽക്ക് ആൻഡ് ഇറ്റ്സ് ബൈ പ്രോഡക്ട്സും ഞാൻ തൊട്ടിട്ടില്ല. സോ ഇറ്റ്സ് ബീൻ ഗോയിങ് ഗുഡ്. പുതിയ പിമ്പിൾസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഈ സ്കാർ മാർക്സ്. അത് പോകാൻ വേണ്ടിയിട്ട് ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് വെരി ലോങ് ടൈം ടു ഈ സ്കാർസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഐ റിയലി മിസ് മൈ കോഫി ചെയ്തോ. ഇന്നലെ ഞാനും മിതുവും കൂടെ ഞാനും മിതുവും കൂടെ ഒരു ഇംഗ്ലീഷ് മൂവി കാണുമായിരുന്നു. കാരണം ഫ്രൈഡേ ആയല്ലോ. അപ്പോൾ നല്ല വെയിലാട്ടോ. കുറേ നാളത്തേക്ക് ശേഷമാണ് നല്ലൊരു സ്വീറ്റ് മൂവി കണ്ടത് കേട്ടോ ഞങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഫിലിം. ഐ തിങ്ക് everyone should watch it. It's called Voicemails for Isabel. It's on Netflix and it's a really ഒരു നല്ലൊരു ഫീൽ ഗുഡ്, ഒരു നല്ലൊരു റൊമാൻറ്റിക് മൂവി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു വാച്ച് ഇറ്റ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാനിപ്പോൾ നേരത്തെ എണീറ്റു. മിതു ഇപ്പോഴും കിടന്ന് ഉറങ്ങുക. വീക്കെൻഡാണ് ഒബ്വിയസ്ലി. അവളിപ്പോൾ എണീക്കത്തില്ല. അവൾ എണീറ്റ് വരുമ്പോഴേക്കും ഒരു 11-11:30 ആ നേരം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് എന്തെങ്കിലും ഇരുന്ന് കാണാം. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ വ്ളോഗ്സോ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണാം. വാ, നല്ല കളറായിട്ടില്ലേ? ഇത് കാണുമ്പോഴേക്ക് തന്നെ എന്ത് വൈബറുണ്ട്. ഇവിടെ ഏതോ ഒരു വീട്ടിൽ മറ്റേ ശിവൻ്റെ താണ്ഡവൻ്റെ ഒക്കെ പാട്ടില്ലേ, അതൊക്കെ കേൾക്കും കേട്ടോ. എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നെയ്ബറിൻ്റെ വീടാണെന്ന് തോന്നുന്നു. പക്ഷെ അതും എല്ലാം തോന്നുന്നു. അവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അവിടെ ശബ്ദമില്ല. അപ്പോൾ എവിടെ നിന്നോ വരുന്നുണ്ട്. അപ്പോൾ നല്ല വീഡിയോയിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ട്. കിച്ചണിൽ നിന്ന് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഫുൾ ശിവൻ്റെ പാട്ടും കൃഷ്ണൻ്റെ മറ്റേ ഒരു പാട്ടും. എനിക്കാണെങ്കിൽ എൻ്റെ മറ്റേ സ്കൂളിൽ ആർട്സ് ഡേ ഇല്ലേ, ആ ഒരു ദിവസം ഓർമ്മ വരുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്നതും. ആർട്സ് ഡേ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇനിഷ്യലി ക്ലാസിക്കൽ ഡാൻസും ഇതൊക്കെ ഉണ്ടല്ലോ, സെമി ക്ലാസിക്കലൊക്കെ ആയിട്ട്. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും ആ സെയിം ശിവൻ്റെ താണ്ഡവൻ്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് സ്കൂളിൽ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതും ആ സ്കൂളിലുള്ള ഫുൾ മെമ്മറീസും ഫുൾ ഓർമ്മ വരുമായിരുന്നു. യാർ, ഞാൻ ശരിക്കും എൻ്റെ സ്കൂൾ ലൈഫ് മിസ് ചെയ്യുക. പ്രത്യേകിച്ച് എൻ്റെ ഹൈസ്കൂൾ ടൈംസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ എൻ്റെ സ്കൂൾ ലൈഫിൽ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഒരു പെട്ടെന്നായിരിക്കും നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോഴേക്ക് ആ ഫുൾ ഇങ്ങനെ മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തില്ലേ, അങ്ങനെയായിരുന്നു.
ഞങ്ങൾക്ക് ആർട്സ് ഡേ 3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയായിരുന്നു പരിപാടികൾ. അപ്പോൾ ഇത് ട്രിവാൻഡ്രത്തു നിന്നുള്ള പല സ്കൂളിലുള്ള പിള്ളേരും ഫുൾ ഫാമിലീസും സ്കൂളിലെ ചുറ്റുപാടുള്ള ഏരിയ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ഒരു ആഘോഷം പോലെ. ഈ ടെമ്പിളിലൊക്കെ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാകത്തില്ല, അതുപോലത്തെ ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ 3 ദിവസം ഫുൾ സൗകര്യങ്ങളെല്ലാം എന്താ പറയുക ഒരുക്കിയിട്ട്, പിന്നെ വരുന്ന ഗസ്റ്റുകളൊക്കെ കാണുമല്ലോ വരുന്നത്. അപ്പോൾ കുറേ ഫിലിം ആക്ടേഴ്സും കുറേ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ പരിചയപ്പെടാനും ഞങ്ങൾ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഞങ്ങൾ എന്താ പറയുക പ്രിൻസിപ്പളിൻ്റെ കൂടെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ എല്ലാ മെയിൻ പരിപാടികൾക്കും മെയിൻ ഇവൻറ്റ്സിനൊക്കെ ഞങ്ങൾ അതിൻ്റെ ആയിരുന്നു കൂടുതൽ മുന്നിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. 3 ദിവസം പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നത്തെ ആഴ്ച തന്നെ ആ ഒരു 1 ഫുൾ വീക്ക് ക്ലാസ്സസ് ഫുൾ ഷട്ട് ഡൗൺ ആയിരിക്കും. പഠിപ്പിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഫുൾ റിഹേഴ്സൽസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകുന്നത് സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ആർട്സ് ഡേ ഒക്കെ ഓരോ ഫെസ്റ്റ് ഇങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ബാക്കി സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വരുമ്പോഴേക്കും നമ്മൾ അവരെ വായി നോക്കാനും പിന്നെ അവരായിട്ട് സംസാരിക്കാനും അങ്ങനത്തെ ഒക്കെ ആ ഒരു ഹൈസ്കൂൾ ഒരു ഇതില്ലേ, ആ ഒരു ഇതൊക്കെ ആയിരുന്നു. ഇപ്പോഴതൊന്നും ഇല്ലടാ. ഓ, ഞാൻ മിസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ജസ്റ്റ് എൻജോയ് എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാൻ നോക്കാം. കാരണം കോളേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും എന്താ പറയുക ഇത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അധികം കിട്ടത്തില്ല സ്കൂളിലുണ്ടാവുന്ന പോലെ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാം, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിക്കാൻ മാത്രമല്ല ഫുൾ എൻജോയ് ചെയ്യുക. മതി സ്കൂൾ വിശേഷമൊക്കെ മതി. ലൈഫ് മൂവ്സ് ഓൺ അല്ലേ, വി ഹാവ് ടു മൂവ് ഓൺ. പക്ഷെ ഓരോ നല്ല മെമ്മറീസ് വി ചെറിഷ്. എനിക്ക് ആ പാട്ടുകൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചതാണ്. ഓക്കെ, ഞാൻ ഇനി പോയി കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നലെ ഉണ്ടാക്കി വെച്ച ABC ജ്യൂസാണ്. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള മൂവിയല്ല സീരീസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ കുറച്ച് കൊളീഗ്സ് ഒക്കെ പറഞ്ഞു നല്ല റൊമാൻറ്റിക് പടവ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് കാണുമോ. ഞാൻ ദേ സോയ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ വെട്ടി വെച്ച കേട്ടോ. അതാകുമ്പോഴേക്ക് ഇന്ന് അധികം പണി വരത്തില്ലല്ലോ. അപ്പോൾ പിന്നെ സോയ ഓൾസോ ഞാൻ ഇന്നലെ വെള്ളത്തിലൊക്കെ ഇട്ട് ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അതാകുമ്പോഴേക്ക് എനിക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് ഇനി കറിയൊന്നും വെക്കണ്ട. അല്ല, അമ്മ ഉണ്ടാക്കിയതാ. വേണമെങ്കിൽ എടുത്തോ. ഇത് ചിക്കനാണോ ഫിഷാണോ എന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ആണോ ഗൈസ്. അങ്ങനെ ഇത് മിതു രാവിലെ എണ്ണീറ്റിട്ടുണ്ട്. രാവിലെ അല്ല, 1 മണിക്ക് മോൾ എണീറ്റ് വന്നത്. സോ ഇതാണ് എൻ്റെ ലഞ്ച്. ഞാൻ കുറച്ച് സ്പിനച്ചും ബ്രോക്കലിയും ഇത് സ്റ്റീം കയറ്റിയെടുത്തു. പിന്നെ സോയ കറി വെച്ചു. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന അച്ചാർ, പിന്നെ ചോറ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഒരു ഫിലിം കാണുക, സാക് എഫ്രോണിൻ്റെ ഫിലിം. മിതു അങ്ങനെ ലഞ്ച് കഴിക്കുക. കുറച്ച് മാംഗോ കഴിക്കാം. ഇത് സിന്ദൂർ മാംഗോ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ മധുരം തോന്നിയത് ഈ മാംഗോയിലാണ്. അൽഫോൺസോ മാംഗോ ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് സിന്ദൂർ മാംഗോനെ കാട്ടിലും അത്ര മധുരം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ലഞ്ച് കഴിഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങ കഴിക്കാം. ഇപ്പം മധുരമൊക്കെ ആയിട്ട് ഇതാ കഴിക്കുന്നത്, ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒന്നും ഞാൻ കഴിക്കുന്നില്ല. She's meeting Malcolm's parents for the first time at this like formal thing. That's nice. Well, you don't have any. മഴയാ? നല്ല മൂടി കെട്ടിയിരിക്കുവാണല്ലോ. എടാ നല്ല ഇരുണ്ടിരിക്കുക കേട്ടോ. വാവ്, എൻ്റെ ഫേസ് ഭയങ്കര ഗ്ലോസ് ഫിനിഷുപോലെ. ഞാൻ ക്രീം ഇട്ടേക്കുക അതിൻ്റെ. ഭയങ്കര ഇരുണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ FD പാളയിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഏതൊരു കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല കേരള സ്റ്റൈൽ, കാരണം ഞാനിപ്പോൾ 3 ആഴ്ച ഞാൻ നാട്ടിലായതുകൊണ്ട് എനിക്കിപ്പോൾ കേരള ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ ബാക്കി ഇവർ രണ്ടുപേരും കുറച്ചായല്ലോ നാട്ടിലൊക്കെ പോയിട്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, സാരമില്ല, വെറുതെ പോയിരുന്ന് കഴിക്കാം.
ഇതെന്നെ കാണുന്നില്ലല്ലോ. അയ്യോ എടാ, ഇവിടെ കറണ്ട് ഒന്നും പോയിട്ടില്ല കേട്ടോ. ക്യാമറ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ച കണ്ടോ, ഇതിവിടെ ഇരുണ്ടിരിക്കുക. മഴക്കാറാണ്. 3 മണിയായിട്ടുള്ളൂ. മഴക്കാറാണ്, അതാ കാണാത്ത. ഞാൻ ഡോർ അടച്ചിട്ടേക്കുക. ഓ, ഇത് ക്യാമറയിൽ നല്ല വെട്ടും വെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷെ ശരിക്കും അല്ല കേട്ടോ. നല്ല ഇരുണ്ടിരിക്കുക. വീട്ടിനുള്ളിലൊക്കെ ഇങ്ങനെ 3 മണിയായിട്ടേ ഉള്ളൂ. അത് സ്നാക്സ് മാത്രമാണ് കേട്ടോ. ഞങ്ങള് ഗൈസ് ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങളിട്ടൊരു പ്ലാനായിരുന്നു. മറ്റേ മലയാളം ഫിലിം ബാലനില്ലേ, ബാലൻ തിയേറ്റേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാണാമെന്ന്. അപ്പോൾ കുറച്ച് റിവ്യൂസ് കേട്ടായിരുന്നു നല്ലതാണെന്ന്. അപ്പോൾ അത് പോയി കാണാനാണ് പ്ലാൻ. പെട്ടെന്നിട്ട് പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്ക്രീനിൻ്റെ 3rd റോയിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ കുഴപ്പമില്ല. ഐ ലൈക്ക് ദി സഡൻ പ്ലാൻ. എനിക്ക് അതാണ് ഏറ്റവും ക്രേസും ഇഷ്ടം തരുന്നത്. ഇവിടെ ഇപ്പോൾ ഫുൾ മഴയൊക്കെ പെയ്തുകൊണ്ട് റോഡ് ഭയങ്കര കച്ചറയാണ്. പിന്നെ സ്വാഭാവികം, ബാംഗ്ലൂരിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് കച്ചറ ആവുമല്ലോ. എൻ്റെ കൂടെ ഇപ്പം മിതുണ്ട്. കാർത്തിയാണെങ്കിൽ നേരത്തെ തിയേറ്ററിൽ സീറ്റ് ഉണ്ടോ ഇല്ലെന്ന് തപ്പാൻ വേണ്ടി അവൻ പോയി. അത് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്ന് എത്തി. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷെ ഫിലിം വന്നിട്ട് 10 മണിക്കാട്ടോ. ഇപ്പോൾ 9 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. വേറെ ഒരിടത്തും പോകാനായിട്ടൊന്നുമില്ല. തിയേറ്റർ അങ്ങനെ ഫുൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. കയറാൻ വേണ്ടി പോവാം. ഗൈസ് ഇത്ര അടുത്താണ് ഇരിക്കുന്നത്, തിയേറ്ററിൻ്റെ അടുത്ത്. ഞാൻ 3rd റോയിലാട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഫിലിമൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ കിടന്നപ്പോൾ 2:30-3 മണി എന്തൊക്കെയോ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ലേറ്റായി കിടന്നപ്പോൾ ലേറ്റായി തന്നെ എണീറ്റു. ഇപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇടയ്ക്ക് വിശന്നിട്ട് വയ്യ. പിന്നെ ഞങ്ങൾ ഒന്നും അറിയാണ്ട് കയറി കണ്ട ഫിലിമായിരുന്നല്ലോ. അതിൻ്റെ ട്രെയിലറോ ഇങ്ങനത്തെ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഏതോ ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് ഇന്നലെ പോയി രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻസ്റ്റയിൽ കുറെ പോസ്റ്റർ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഡിന്നർ അയച്ചിട്ട് വീട്ടിൽ കയറാൻ താല്പര്യമില്ലായിരുന്നു ആർക്കും. അങ്ങനെ പെട്ടെന്ന് ഇരിക്കെ ഫിലിം കണ്ടാലോ എന്ന് വിചാരിച്ച് ഈ ഫിലിമിന് കയറിയത്. പിന്നെ ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് 1 ടൈം വാച്ചായിട്ടാണ് തോന്നിയത്. പക്ഷെ ആ 1 ടൈം വാച്ചാണെങ്കിൽ പോലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. പിന്നെ ഇങ്ങനത്തെ ഫിലിംസ് ഞാൻ പൊതുവെ തിയേറ്ററിൽ കാണാൻ ഉദ്ദേശിക്കാറില്ല. ഐ ഓൾവേസ് പ്രിഫർ OTT rather than watching it on theater. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോഴേക്കും ഡിഫറൻസ് വന്നിട്ട് നമുക്ക് അത് എടുത്തിരിക്കുന്ന ആംഗിൾസും ഫുൾ സ്ഥലത്തിന്റെ ആ ഭംഗിയും അതൊക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോഴേക്കും നമുക്കത് ശരിക്കും അത് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഐ എൻജോയ്ഡ് ഇറ്റ്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ്, വാവ്, ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടറും അനാവശ്യമായിട്ട് ആ ഫിലിമിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും എല്ലാവരും ആ ഒരു ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കുഞ്ഞു കുട്ടി തൊട്ട് ആ അമ്മൂമ്മ വരെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെൽ പ്ലേഡ് ആൻഡ് ഗുഡ് ചോയ്സ് ഓൺ ദി ആക്ടേഴ്സ് as well. ഇതാണ് എൻ്റെ ലഞ്ച്. ഞാൻ റൈസും ഇന്നലെ ഉണ്ടാക്കിയ സോയും കൂടെ മിക്സ് ചെയ്ത് എടുത്തു. പിന്നെ കുറച്ച് സ്പിനച്ചും കൂടെ ഇട്ടു. സോ ഐ എം ഗോണ ഹാവ് മൈ ലഞ്ച്. ഞങ്ങളിത് റെഡിയായി പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. ഇത് വീണ്ടും പോയി കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരമായപ്പോൾ എണീറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചു. അതാകുമ്പോഴേക്ക് പിന്നെ വരുന്ന വീക്കെൻഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. സോ ഞങ്ങൾ പള്ളിയിലോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിത് പള്ളിയൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുക.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീടിൻ്റെ അടുത്ത് ഒരു റോള് കിട്ടുന്ന ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയി ഡിന്നർ കഴിക്കാം. മൂന്ന് ചിക്കൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തിനാ പ്ലേറ്റ്? ഓ എന്നാ ഞാൻ ഇത് വെച്ച് തുടങ്ങാം. ഓക്കെ, ഞങ്ങളങ്ങനെ ഡിന്നറെ കഴിക്കട്ടെ. ഫിലിം വെച്ചിട്ടുണ്ട്, ഫിലിമും കാണുക. പിന്നെ നാളെ മൺഡേയാണ്, അപ്പോൾ ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഉറപ്പായിട്ടും വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.